കുട്ടികളെ ഇന്ന് നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലെത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ ഭാഗം നീളക്കണക്കുകൾ അഥവാ ലൈൻ മാത്ത്, അതിനകത്ത് നമ്മളിപ്പോൾ പഠിച്ചൊരു കോൺസെപ്റ്റ് വെച്ച് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണെങ്കിലും അത് എന്തിന് ഈക്വലാണ്? അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വലാണ്. ദ സ്ക്വയേഴ്സ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ബേസ് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എ സ്ക്വയറും ബി സ്ക്വയറും കൂട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏത് മട്ടത്രികോണത്തിൻ്റെയും കർണത്തിൻ്റെ വർഗ്ഗം ലംബവശങ്ങളുടെ വർഗ്ഗത്തിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. ഇതാണ് ലംബവശം കേട്ടോ. ഈ രണ്ട് വശങ്ങളെയാണ് നമ്മൾ ലംബവശം, എൽ ഷേപ്പിൽ വരുന്നതാണ് ലംബവശം എന്ന് പറയുന്നത്, കുത്തനെയുള്ള ഉയരങ്ങൾ കേട്ടോ. ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുന്നത് എന്തിനു തുല്യമാണ്? അതിൻ്റെ കർണത്തിന്, ഏറ്റവും നീളം കൂടിയ ഭാഗമായ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്യാമേ. ഇവിടെ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. പെർപെൻഡിക്കുലർ സൈഡ്സ് 6 cm and 8 cm. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് മീൻസ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ലംബവശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വശങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും 6 കൊടുക്കും. ഇത് 6 cm, ഇത് 8 cm ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? മൂന്നാമത്തെ വശത്തിൻ്റെ നീളം. മൂന്നാമത്തെ വശത്ത് നോക്കുക, ഈ തറയിരിക്കുന്ന ഭാഗത്തെ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത് കേട്ടോ, അതായത് പാദം. ഒരിക്കൽ കൂടി ഞാൻ ഇക്വേഷൻ ഒന്ന് പറഞ്ഞിട്ട് പോകാം. പാദം, ഇത് ലംബം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ എന്താണ്? ബേസ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പാദവും ലംബവും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കർണവർഗ്ഗം കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമാണ്? രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓർക്ക് ഇതിനകത്ത് ഈ രണ്ട് ദൂരങ്ങളെക്കാൾ കൂടുതലാണ് ഏത്? ഈ നീളം. അപ്പോൾ നീളം കൂടിയ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് രണ്ട് വശങ്ങളുടെ സ്ക്വയേഴ്സ് സം ചെയ്താൽ മതി. അപ്പോൾ ദെൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6ൻ്റെ സ്ക്വയർ ഇത് വരും 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 100 എന്ന് വരും. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു √100. 100ൻ്റെ വർഗ്ഗമൂലം, 100ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എന്താണ് കർണത്തിൻ്റെ നീളം? 10 cm. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്, പെർപെൻഡിക്കുലർ സൈഡ്സ് 9 cm 12 cm ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, ഇത് ബേസ് എന്ന് പറയുന്നത് 9 cm ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 12 cm ആയിട്ട് നമ്മൾ എടുത്തു എങ്കിൽ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 81 പ്ലസ് 144. ആഡ് ചെയ്യുമ്പോൾ 225. ഓക്കെ, സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 225 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു 15. That means hypotenuse is equal to root of, full ആയിട്ട് ഒന്ന് എഴുതിയിട്ട് പോവാം, root of square root of 225, that is equal to 15. Third question, പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്ന് 7 cm മറ്റേത് 24 cm ആണ്. ദെൻ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗ്ഗം ഇസ് ഈക്വൽ ടു പാദവർഗ്ഗം പ്ലസ് ലംബവർഗ്ഗം. ഓർത്തിരുന്നോണം. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 49 പ്ലസ് 24ൻ്റെത് 476 ആണെന്ന് തോന്നുന്നു. നോക്കാം, 476. 24ൻ്റെ സ്ക്വയർ 576 ആണ് കേട്ടോ. ദെൻ രണ്ടും കൂടി ആഡ് ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 പ്ലസ് 576 എന്ന് പറയുമ്പോൾ 625 വരും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 625.
Then hypotenuse is equal to square root of 625. That is equal to 25 centimeter. അപ്പം hypotenuse എന്ന് പറയുന്നത് 25 cm. Fourth question, perpendicular sides in length 14 cm, 48 cm. So hypotenuse square is equal to, hypotenuse ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഗിവൺ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആണ് നീളം കൂടിയ വശം, അത് കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യണം എന്ത് സ്ക്വയേഴ്സ് തമ്മിൽ. ദെൻ 14 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 സ്ക്വയർ എന്ന് പറയുമ്പം 196. ഇവിടെ 14 സ്ക്വയർ 196 പ്ലസ് 48 സ്ക്വയർ എന്ന് പറയുമ്പം 2304. ഈ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2500 എന്ന് കിട്ടും. സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 2500. ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2500. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ 25ൻ്റെ സ്ക്വയർ റൂട്ട് ആരാണ് 5. 2 0 വന്ന 1 0 ഒക്കെ എഴുതാം കേട്ടോ. സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ. കർണം 17 സെൻറ്റിമീറ്റർ എന്നും അനദർ മറ്റു ഈ ബാക്കി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സൈഡിന് അവരെന്തെന്ന് കൊടുത്തിട്ടുണ്ട് 15 കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ തേർഡ് സൈഡ്? ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ മാത്രമാണ് സ്ക്വയേഴ്സ് തമ്മിൽ കൂട്ടുന്നത്. ബാക്കി രണ്ട് വശം കണ്ടുപിടിക്കാൻ സ്ക്വയേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ചെയ്താൽ മതിയാവും. 17ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 289 മൈനസ് 225 മൈനസ് ചെയ്യുമ്പോൾ 4 8 2 പോയ 6. സോ 64. ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 64 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 8 cm. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 34 തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ സൈഡ് 30, ഈ സൈഡ് 30 ആണെന്ന് വിചാരിക്കുക. സോ ബേസ് കണ്ടുപിടിക്കാൻ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ. അപ്പോൾ ഇവിടെ 34ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1156 മൈനസ് 30യുടെ സ്ക്വയർ 900. രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, അതായിരുന്നു എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ടീച്ചർ പറയാത്ത കേട്ടോ. ദെൻ 1156 മൈനസ് 900 എന്ന് വെച്ചാൽ 256. അപ്പം ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 286 ആണെങ്കിൽ ബേസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 256 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്, 16 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അടുത്തത് പേജ് നമ്പർ 160-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ 2 pillars ഓഫ് ഹൈറ്റ് 2 meters ആൻഡ് 5 meters സ്റ്റാൻഡ് 4 meters എപ്പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മീറ്ററും 5 മീറ്ററുമുള്ള 2 തൂണുകൾ 4 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ തൂണുകളുടെ മുകളറ്റങ്ങൾ തമ്മിൽ ഈ ടോപ്പ് എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരയെന്നോ അല്ലെങ്കിൽ അവ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിബൺ വലിച്ചു കെട്ടിയിരിക്കുന്നുവെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ തേർഡ് സൈഡ് കണ്ടുപിടിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ചിന്തിച്ചത്, ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ നടത്തി. ഇതാ ഇങ്ങനെ വരച്ച് നമ്മൾ എന്താക്കി, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി താഴത്തെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡിൽ നിന്നാ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ച് എന്താണിപ്പോൾ ഇത്, ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, കർണമല്ലേ, നീളം കൂടിയ ഭാഗമാണ് കർണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അറിഞ്ഞുകൂടാ, ഈ ലെങ്ത് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊരു ക്ലൂ ഉണ്ട്, ഈ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ. ഇത് 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 4 അല്ലേ. ഇനി ഈ ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ 2ഉം ഇവിടെ നിന്ന് ഇവിടെ വരെയും കൂടെ ആകുമ്പോഴാണ് എത്രയായിരിക്കുന്നത്, 5. അപ്പോൾ 2ൻ്റെ കൂടെ എത്രയും കൂടെ ആയാലാണ് 5 ആവുന്നത്, 3. അപ്പോൾ ഇത് എത്രയാണ്, 3 cm. അത്രേ ഉള്ളൂ. ഇനി താഴത്തത് നിങ്ങളൊന്ന് മറന്നാലൂടെ ഒരു കുഴപ്പവും ഇല്ല, ശരിയല്ലേ. നോക്ക്,
ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് കിട്ടിയെങ്കിൽ നമുക്കിനി കണ്ടെത്തേണ്ടത് എന്താ? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 16 പ്ലസ് 9 25. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ 25 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 cm. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. തേർഡ് ക്വസ്റ്റ്യനിൽ റൈറ്റ് ട്രയാങ്കിളില്ല, സാധാരണ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ നടുക്കൂടി ഒരു വര വരച്ച് അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് ഇതിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ തേർഡ് സൈഡ് ബോട്ടം സൈഡ്, വാട്ട് ഈസ് എ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഈ താഴത്തെ വശത്തിൻ്റെ നീളം എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് റൈറ്റ് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ 90 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ 90യുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 13. അപ്പോൾ ലോങ്ങസ്റ്റ് സൈഡും 1 ഓഫ് ദ സൈഡും ഉണ്ടെങ്കിൽ അതർ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? അല്ലെങ്കിൽ ബേസ്, ഇത് ബേസ് ആണല്ലോ, ബേസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ത് ചെയ്താൽ മതി? 2ൻ്റെ സ്ക്വയേഴ്സിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ? നീളം കൂടിയ വശത്തിൻ്റെ സ്ക്വയർ മൈനസ് അതർ സൈഡിൻ്റെ ലെങ്ത്ത്, ദാറ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ 169 മൈനസ് 144 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ എന്തൊരു സ്ക്വയർ റൂട്ട് ഓഫ് 25 ആയ 5 ആണ് എന്ത് ഈ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 5 cm. ഇനി ഇവിടെ ഇന്ന് ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇത് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ എന്ത് തന്നെ വരും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. പേജ് നമ്പർ 160 4ാമത്തെ ചോദ്യം നമ്മുടെ ഈ പാഠത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനുമാണ്. ചുവടെയുള്ള ചിത്രങ്ങൾ ലോ വൃത്ത കേന്ദ്രമായിട്ടുള്ള 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ നിന്ന് AB ഈ കോഡ് ലെങ്തിന് കോഡെന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്കറിയാമോ കോഡെന്നതിന് പറയുന്നത്? ഞാണെന്ന് പറയും മലയാളത്തിൽ. സർക്കിളിൻ്റെ അകത്തൂടെ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ്, എൻ പോയിൻറ്റ്സ് സർക്കിളിലായിരിക്കണം, അങ്ങനെ വരയ്ക്കുന്ന ലൈനാണ് കോഡ്. അപ്പോൾ AB എന്ന കോഡിൻ്റെയും PQ, ഇത് P കേട്ടോ, PQ എന്ന കോഡിൻ്റെയും ലെങ്ത്, AB എന്ന ഞാണിൻ്റെയും PQ എന്ന ഞാണിൻ്റെയും അല്ലെങ്കിൽ AB എന്ന വരയുടെയും PQ എന്ന വരയുടെയും നീളം കണ്ടെത്തുക. അപ്പോൾ നമുക്കിപ്പോൾ ഏകമാർഗം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ, ഇവിടെ അതാ റൈറ്റ് ട്രയാങ്കിൾ ഫോം ആയിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ 90യുടെ ഓപ്പോസിറ്റായ ഹൈപ്പോട്ടന്യൂസ് ആയ 5 കൊടുത്തിട്ടുണ്ട്. 1 ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്താമല്ലോ നമുക്ക് ഈസി ആയിട്ട്. അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബേസ് സ്ക്വയർ കിട്ടും. അതായത് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. 25 മൈനസ് 9 ഈക്വൽ ടു ബി സ്ക്വയർ. 25 മൈനസ് 9 16. അപ്പോൾ ബേസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 നമുക്ക് എഴുതി എന്ത് എഴുതാം? ആൻസർ ഈസ് 4. അപ്പോൾ ഈ ദൂരം എത്രയാണ്? ഇത് 4 ആണ്. ഓക്കെ, ദെൻ ഇത് മിഡ് പോയിന്റിലേക്കാണ് കേട്ടോ ഇത് ജോയിൻ ചെയ്യുന്നത്. മിഡ് പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിയറമൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ 9ാം ക്ലാസ്സിലുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ. AB ലെങ്ത്ത് 4 + 1 8 ആണ്. AB ലെങ്ത്ത് ഓഫ് AB എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കിനി ഇത് തന്നെയാണോ ഈ നീളം എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതും റേഡിയസ്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് എല്ലാം ഈക്വൽ ആണെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും 5 തന്നെയല്ലേ? എന്ത് ചെയ്താൽ മതി? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ത് തന്നെ വരും? ഇവിടെയും 4 എന്ന് തന്നെ വരും. ആ ഒരു കോൺസെപ്റ്റ് ഓർത്താൽ മതി കേട്ടോ. ഇതിനടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് PQ, ഇത് കണ്ടെത്തണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ദെൻ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 4ന് വരെ എന്ന് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ 5ൻ്റെ സ്ക്വയർ മൈനസ് 4ൻ്റെ വർഗ്ഗം. 5ൻ്റെ വർഗ്ഗം 25, 4ൻ്റെ വർഗ്ഗം 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സ്ക്വയർ റൂട്ട് ഓഫ് 9 ആയിരിക്കും എന്ത്? P ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 3 കിട്ടും. ഈ ലെങ്ത് 3 ആണ്. അതേപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്ത് വരച്ച് ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. സോ 3 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആണ് PQൻ്റെ ലെങ്ത്. അപ്പം AB ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് PQ ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ.
ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ ഇഷ്ടമായാൽ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയണം കേട്ടോ. താങ്ക് യു.